നമസ്കാരം. തൃശൂർ പൂരത്തിന് വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധിയാണ് ഇത്തവണ ഉണ്ടായത്. പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായിട്ടുള്ള വീഴ്ച അത് പൂരപ്രേമികളുടെ സാധാരണ രീതിയിൽ അവർ തൃശ്ശൂർ വന്ന് ആഘോഷിച്ചു പോകുന്നതിന് എല്ലാവിധ തടസ്സങ്ങളും ഉണ്ടാക്കി. വെടിക്കെട്ട് 3 മണിക്ക് പുലർച്ചെ നടക്കുന്നത് അത് രാവിലെ 7 മണിക്കായി. അങ്ങനെ പലതരത്തിലുള്ള പ്രതിസന്ധി ഭരണ സംവിധാനത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഉണ്ടായിരിക്കുകയാണ്. പ്രധാനമായിട്ടുള്ള ഒരു ആരോപണം ഉണ്ടായിരിക്കുന്നത് തൃശൂർ പൂരത്തിലെ കുടമാറ്റത്തിൽ പ്രഭു ശ്രീരാമചന്ദ്രന്റെ ചിത്രം അവിടെ പ്രദർശിപ്പിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു പ്രതിസന്ധി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നുള്ള രീതിയിലുള്ള ഒരു വിഷയം തന്നെയാണ്. ഈ സമയത്ത് ഈ ഒരു കാര്യത്തിൽ നമ്മോട് പ്രതികരിക്കാനായിട്ട് BJP കാര്യകർത്താവായിട്ടുള്ള ബഗീഷ് പൂരാടൻ നമ്മോട് ഒപ്പം ചേരുകയാണ്. ബഗീഷ് ജി, നമസ്കാരം. നമസ്കാരം. തൃശ്ശൂർ പൂരത്തിലെ ഈ ഒരു പ്രതിസന്ധി ആരോപണം പ്രധാനമായിട്ട് വരുന്നത് ശ്രീരാമന്റെ ചിത്രം കുടമാറ്റത്തിൽ പ്രദർശിപ്പിച്ചു എന്നുള്ളതാണ്. എന്താണ് ഇതിൽ ഒരു യഥാർത്ഥത്തിൽ പൂരപ്രേമികളുടെ ഒരു അഭിപ്രായം എന്താണ്? സത്യത്തിൽ തൃശ്ശൂരിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ തൃശ്ശൂർ പൂരത്തിനെ നെഞ്ചിലേറ്റിയവരെ സംബന്ധിച്ച് വളരെ ദുഃഖകരമായിട്ടാണ് ഈ ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഏകദേശം ഒരു ശക്തൻ തമ്പുരാന്റെ കാലഘട്ടം തുടങ്ങി ഇതുവരെ മുടക്കമില്ലാതെ ആചാരാനുഷ്ഠാനങ്ങൾ നടന്നു വന്നിരുന്ന ഈ ഉത്സവത്തിന്റെ ഒരു ശോഭ കെടുത്തിയ ഒരു പ്രവൃത്തിയാണ് ഈ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത് തികച്ചും ആസൂത്രിതമാണ്. ഇതിന്റെ പിന്നിൽ വലിയൊരു കോൺസ്പിറൻസി തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിൽ ശ്രീരാമന്റെ ചിത്രം പ്രദർശിപ്പിച്ചതിന്റെ ഒരു പേരിൽ വലിയ ഒരു പ്രശ്നമുണ്ട്. കാരണം ഈ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഇടതുപക്ഷത്തിന്റെ ആളുകൾ, അതോടൊപ്പം തന്നെ മറ്റാളുകൾ, അത് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇവരെല്ലാം പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം ഹിന്ദുത്വ അജണ്ട തൃശ്ശൂർ പൂരത്തിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് സംഘപരിവാർ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. വലിയ തരത്തിലുള്ള ആരോപണമായിട്ട് എന്താണ് ഇതിനെ സംബന്ധിച്ചെന്ന് പറയാനുള്ളത്? അവരോട് എനിക്ക് പറയാനുള്ളത്, തൃശ്ശൂരിന്റെ ഈ പൂരപ്രേമികൾ ജാതി മത ഭേദമന്യേയും ഈ മടത്തിൽ വരവായാലും കുടമാറ്റമായാലും അല്ലെങ്കിൽ ഇലഞ്ഞിത്തറ മേളമായാലും തൃശ്ശൂരിന്റെ ഒരു മതേതര മനസ്സ് നെഞ്ചിലേറ്റിയ കാര്യങ്ങളാണ്. അതിനെയാണ് ഇവർ തകർക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇതൊരു ആചാരാനുഷ്ഠാനങ്ങളെ തകർക്കുന്ന പ്രക്രിയ. അത് രാംലല്ലയുടെ വിഗ്രഹത്തിന്റെ കുടമാറ്റത്തിൽ കാണിച്ചത് കൊണ്ട് മാത്രമല്ല, അല്ലെങ്കിൽ ശ്രീരാമസ്വാമിയുടെ പടം കാണിച്ചത് കൊണ്ട് മാത്രമല്ല ഈ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഇതുണ്ടായിട്ടുള്ളത്. കാരണം ഇവിടുത്തെ കേരളത്തിന്റെ തനതായിട്ടുള്ള ഒരു ആചാര അനുഷ്ഠാനങ്ങൾ, ഇപ്പോൾ കെട്ടുതാലി പൊട്ടിക്കൽ സമരം പോലും ഇവർ നടത്തുകയുണ്ടായി. ആ കെട്ടുതാലി എന്ന് പറയുന്ന ഇവിടുത്തെ എല്ലാ മതസ്ഥരും, ഹിന്ദുക്കളും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒരുമിച്ച് ധരിക്കുന്ന ഒരു പവിത്രമായി കാണുന്ന ആ കെട്ടുതാലി പൊട്ടിക്കാൻ വരെയുള്ള ഒരു സമരം ഇവിടുത്തെ ഇടതുപക്ഷ ബുദ്ധിജീവികൾ ശ്രമിക്കുകയുണ്ടായി. മാത്രമല്ല, കൊടുങ്ങല്ലൂർ ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിലെ പരമ്പരാഗതമായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങൾ തകർക്കുവാൻ ശ്രമിച്ചു. ഏറ്റവും ലാസ്റ്റ് നമ്മളുടെ ശബരിമല വിഷയം. ആ വിഷയത്തിൽ താങ്കൾക്കറിയുള്ളൂ, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ നിരവധി ദിവസം ജയിൽവാസം അനുഭവിച്ചതാണ്. അപ്പോൾ ഇതൊരു അജണ്ടയുടെ ഭാഗമാണ്, ഇതൊരു കോൺസ്പിറൻസിയാണ്. ഈ ഭാരതത്തിലെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിലെ ആചാര അനുഷ്ഠാനങ്ങൾ തകർത്തുകൊണ്ട് ഈ നാടിൻ്റെ കുടുംബ ബന്ധങ്ങളെയും ഇവിടുത്തെ സാംസ്കാരിക ഉന്നതികളെയും തച്ചുടയ്ക്കുക എന്നുള്ള ഒരു ഹിഡൻ അജണ്ടയുമായിട്ടാണ് ഇവിടുത്തെ ഇടതുപക്ഷം ശ്രമിക്കുന്നത്, നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് കൂട്ടായി കോൺഗ്രസും ഇപ്പോൾ ചേർന്നിരിക്കുകയാണ്. അതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോ ആദ്യം ഇതിൽ ഈ ഒരു വിഷയം ഉണ്ടായ സമയത്ത് പുലർച്ചെ സുരേഷ് ഗോപി വന്നിട്ട് ഇതിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തി. അദ്ദേഹമാണ് ഇതിലൊരു പരിഹരിച്ചത്. പക്ഷെ അതിനുശേഷമാണ് 3 മന്ത്രിമാരുള്ള ഇടതുപക്ഷം, 3 മന്ത്രിമാരാണ് ഈ തൃശ്ശൂർ ജില്ലയിലുള്ളത്. അപ്പൊ അവരെല്ലാം ഇതിനുശേഷം വന്നിട്ട് ഓരോരോ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. ഇതിൽ പൂർണ്ണമായിട്ടും സംഘപരിവാറിന്റെ ഒരു ഗൂഢാലോചനയാണ് തൃശ്ശൂർ പൂരത്തിന് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാക്കുക, അത് ഇലക്ഷൻ ഉപയോഗപ്പെടുത്താനെന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ് ഈ ഒരു കാര്യത്തിൽ അവർ പറയുന്ന വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇതൊരു യാഥാർത്ഥ്യമുണ്ടോ? തൃശ്ശൂരിലെ പൂരപ്രേമികളെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം നടന്നത് എന്താണെന്ന്. കാരണം ഇതൊരു പഴയ കാലഘട്ടമല്ല. നമ്മൾ അവിടുത്തെ പോലീസ് കമ്മീഷണറും അവിടുത്തെ അസിസ്റ്റന്റ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ആൾക്കാർ പട്ട കൊണ്ടുപോകുന്ന പാപ്പാന്മാരോട് പോലും പ്രവർത്തിച്ച രീതി നമ്മൾ വീഡിയോയിൽ കണ്ടതാണ്.
അതിനെ പ്രതികരിക്കാതെ അതിനെ വിപുലീകരിച്ചുകൊണ്ട് ഈ പൂരത്തെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ശ്രമമാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതിനെ മറച്ചു വെക്കാൻ വേണ്ടി ഇത് സംഘപരിവാറാണ്, BJP ആണ്, അവരുടെ ഗൂഢാലോചനയാണ് എന്ന് പറയുന്നത് ശരിക്ക് പട്ടിയെ പേപ്പട്ടിയാക്കുന്നതിന് തുല്യമാണ്. അത് ഇവരുടെ ഒരു നയത്തിന്റെ ഭാഗമാണ്. ഇവർ തന്നെ ശബരിമല വിഷയത്തിലായാലും മറ്റുള്ള വിഷയങ്ങളിൽ എല്ലാത്തിലും ഇവർ സത്യത്തിനെ മൂടി വെച്ചുകൊണ്ട് നുണ പ്രചരിപ്പിച്ചുകൊണ്ട് ഒരു നുണയുടെ വലിയൊരു ഫാക്ടറി തന്നെ ഈ ഇടതുപക്ഷത്തിന് ഈ കേരളത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ മഠത്തിൽ വരവ് പരമ്പരാഗതമായിട്ട് നമ്മൾ ഭക്തജനങ്ങൾ അത് കൃത്യമായിട്ട് ആചരിച്ചു പോരുന്ന ഒരു വരവ് തന്നെയാണ്. അത് ഇത്തവണ ഇതിലെ പ്രധാനപ്പെട്ട വാദ്യമേള ഘോഷം എന്നുള്ള സംവിധാനം മാത്രം അതിലെ കലാകാരന്മാരെ മാത്രം ക്ഷേത്രത്തിലേക്ക് കടത്തിവിട്ടിട്ട് സാധാരണക്കാരായിട്ടുള്ള മറ്റു ഭക്തന്മാരാരെയും പോലീസ് കയറ്റില്ല. ഒരു കർഫ്യൂ പ്രഖ്യാപിക്കുന്ന രീതിയിലുള്ള ഒരു വലിയ രീതിയിൽ ബാരിക്കേഡുകളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് പോലീസിനെ നേരിട്ടത്. എന്തിനു വേണ്ടി ഇത് ചെയ്തു എന്നുള്ളതിന് എന്തെങ്കിലും മറുപടി പോലീസിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിരുന്നു? ഒരിക്കലും പോലീസിന്റെ ഭാഗത്തുനിന്നോ ഈ തൃശ്ശൂർ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയായിട്ടുള്ള രാജന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഇപ്പോ സ്ഥാനാർത്ഥിയായിട്ടുള്ള VS സുനിൽകുമാറിന്റെ ഭാഗത്തു നിന്നോ ഒരിക്കലും ഒരു മറുപടി ലഭിച്ചിട്ടില്ല. കാരണം ഇത് ഇവർ വളരെ പ്ലാൻ ചെയ്തുകൊണ്ട് തൃശ്ശൂർ പൂരത്തിന് മുന്നോടിയായി ഇവർ ആനകളെ എഴുന്നള്ളിപ്പിക്കാതിരിക്കാനുള്ള ഒരുപാട് ശ്രമങ്ങൾ നടത്തി. അതിൽ ആനപ്രേമികൾ വലിയ ദുഃഖിതരാണ്. അതിനുശേഷം വാദ്യ കലാകാരന്മാരുടെ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ ഈ ഒരു പ്രതിഷേധം ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ സമസ്ത മേഖലയിലും വെടിക്കെട്ടിനെ സംബന്ധിച്ചിടത്തോളം ലോകം മുഴുവൻ വെടിക്കെട്ട് നടക്കുമ്പോഴും ഈ തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് നിരോധിക്കണമെന്നും സൗണ്ട് കുറയ്ക്കണമെന്നും വർണ്ണം കുറയ്ക്കണമെന്നും അങ്ങനെ എല്ലാ വർഷവും തൃശ്ശൂർ പൂരത്തിനെ എതിരായിക്കൊണ്ടിട്ടുള്ള നിരവധി കോൺസ്പിറൻസി തിയറികളാണ് ഇവർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും ഒരു വ്യക്തിയുടേതല്ല. ഇതൊരു സംഘടിതമായിട്ടുള്ള ഒരു ആക്രമണമാണ് തൃശ്ശൂർ പൂരത്തിനും തൃശ്ശൂർക്കാർക്കുമെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഭക്തജനങ്ങൾ മാത്രമല്ല, തൃശ്ശൂരിലെ പൗരാവലി മൊത്തം, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ മൊത്തം ഈ ഒരു കോൺസ്പിറൻസി തിയറിക്കെതിരെ, ഈ ഭരണകൂടത്തിനെതിരെ വലിയൊരു പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം ഈ ഇലക്ഷനിൽ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് സുരേഷ് ഗോപിക്ക് അനുകൂലമാകാനുള്ള സാധ്യതയുണ്ടോ? കാരണം ഈ പല സ്ത്രീകളും ഇന്നലെ എടുത്ത ബൈറ്റുകളിലെല്ലാം പറയുന്നത് ഇതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയിക്കണം എന്നുള്ളതാണ്. അത് എത്രത്തോളം യാഥാർത്ഥ്യമാണ്? തീർച്ചയായും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ശക്തൻ തമ്പുരാൻ തുടങ്ങി വെച്ച നമ്മുടെ ഈ തൃശ്ശൂർ പൂരം അതിനെ തടയാൻ ശ്രമിക്കുന്ന ഈ കാട്ടാള വർഗത്തിനെതിരെ സുരേഷ് ഗോപിയെ പോലെ അതിശക്തനായ സത്യസന്ധനായ ഒരു മനുഷ്യന്റെ ഒരു സാന്നിധ്യം, ഭരണത്തിന്റെ പിന്തുണയോട് കൂടിയിട്ടുള്ള സാന്നിധ്യം തൃശ്ശൂരിനുണ്ടെങ്കിൽ തൃശ്ശൂർ പൂരം മാത്രമല്ല പുത്തമ്പള്ളി പെരുന്നാളായാലും പാവറട്ടി പെരുന്നാളായാലും നല്ല രീതിയിൽ നടക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അതിൽ സുരേഷ് ഗോപിയെ പോലെ ഒരു വ്യക്തിയെയാണ് തൃശ്ശൂരിന് ആവശ്യം. അത് ഈ പ്രാവശ്യം ജനങ്ങളത് തെരഞ്ഞെടുക്കുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ജനങ്ങളതിൽ തെരഞ്ഞെടുത്തു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ നന്ദി ഈ ഒരു സമയത്ത് നമ്മോട് പ്രതികരിച്ചു. പൂർണ്ണമായിട്ടും തൃശ്ശൂർ പൂരത്തിന് വലിയൊരു പ്രതിസന്ധിയാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷമായിട്ടുള്ള UDF-ന്റെയും ഒരു വലിയ ഗൂഢാലോചന ഈ പറയുന്ന തൃശ്ശൂർ പൂരത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെ അവർ ഓരോ നേതാക്കന്മാരുടെയും പ്രസ്താവനയിൽ നിന്ന് നമ്മൾക്ക് വായിച്ചെടുക്കാവുന്നതാണ്. പ്രധാനമായിട്ട് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ഈ വിഷയത്തിൽ ഇടപെട്ടതടക്കം ഇതിനെ മറ്റൊരു രാഷ്ട്രീയ വിഷയമായിട്ട് കൊണ്ടെത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഇന്ന് തിരുവമ്പാടി ദേവസ്വം ബോർഡ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്രസമ്മേളനം വിളിച്ച് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. യാഥാർത്ഥ്യം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു ക്രൂരമായിട്ടുള്ള നടപടികൾ അപ്പോൾ വരും വർഷങ്ങളിൽ തൃശ്ശൂർ പൂരത്തിന് ഒരു പ്രതിസന്ധിയും ഇല്ലാത്ത രീതിയിലേക്കുള്ള കാര്യങ്ങൾ കൊണ്ടെത്തിക്കാനായിട്ട് നമ്മുടെ ഭരണ സംവിധാനത്തിലുള്ള ആളുകൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ഈ ഒരു സമയത്ത് പറയാനുള്ളൂ. തൃശ്ശൂരിൽ നിന്നും വിപിൻ ലാൽ, ഫാസ്റ്റ് റിപ്പോർട്ട്സ്.